ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനുള്ള കനലൊക്കെ നമ്മൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മസാലയൊക്കെ പുരട്ടി ഒരു 10-15 മിനിറ്റ് നമുക്ക് വെക്കണം. അന്നേരം ഇന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിന്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും വേണം. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ഞങ്ങളുടെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതൊക്കെ നമുക്ക് ഗ്രേവി ആക്കി വെക്കാം. അപ്പം എല്ലാവരും വാ, മസാല കൂട്ടൊക്കെ എടുത്തോണ്ട് ഓടി വാ. നമ്മുടെ കരിയൊക്കെ റെഡിയാക്കി നല്ല സെറ്റായിട്ട് കിടക്കുകയാണ്. ഗ്രില്ലൊക്കെ ചൂടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ പച്ച കുരുമുളക്, ഉണക്ക കുരുമുളകല്ല, എന്ന് പറഞ്ഞാൽ നല്ല പച്ച കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്ത പേസ്റ്റാണ്. അത് ആദ്യം അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നാ പിടിക്കും മക്കളെ. അതിനുശേഷം മഞ്ഞൾപ്പൊടി. ഇന്ന് സഹായിക്കാൻ ഒരുപാട് പേര്, 3 പേരോടെ നിൽക്കുക. ഇത് കോൺഫ്ലവർ, മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം നല്ല കളറൊക്കെ കിട്ടും. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങ നീര്, തൈര് ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരായിരുന്നു നല്ലത്. നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പകരം തൈര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതൊരു കുറച്ച് മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി ആ പീസലെല്ലാം ഒന്ന് അരപ്പെല്ലാടും ഒന്ന് പിടിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തേച്ച് തിരുമ്മി നമുക്ക് പുരട്ടി വെച്ച് ഒരു 10-15 മിനിറ്റ്, അരമണിക്കൂറോളം ഇരിക്കാമെങ്കിൽ അത്രയും കൂടെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അരമണിക്കൂറൊന്നും വെക്കാൻ സമയമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു 10-15 മിനിറ്റേ വെക്കുന്നുള്ളൂ. ഇതിലേക്കൊരു 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണ്. ഈ ലാസ്റ്റ് മുട്ട ഒഴിച്ചെന്തോന്ന് തോന്നും. അതെനിക്ക് ഐഡിയ പറഞ്ഞത് എൻ്റെ നാത്തൂനാണ്. ഞാൻ ഈ മുട്ട ഒഴിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അവളാണ് പറഞ്ഞത് മുട്ടയും കൂടെ ഒഴിക്കുമ്പോൾ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ അതുകൂടെ അങ്ങ് ചേർത്തു. അപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെഡി ആയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ 10-15-20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം അത് നന്നായിട്ട് ചൂടായി നല്ല കനലിൽ കിടക്കുകയും കൂടാണ്. അപ്പോൾ അതിലോട്ട് ഇറക്കി വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. നല്ല സൂപ്പർ ചൂടി കിടക്കുക കേട്ടോ, പൊള്ളുന്നുണ്ട്. നമുക്ക് കുറേശ്ശെ ചുട്ടെടുക്കാം. തൽക്കാലം ഇപ്പം നമുക്ക് ഇത്രയും വെച്ച് കൊടുക്കാം. അടിപൊളി ചൂടാ. ചിക്കൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാ പീസിൻ്റെയും. നെയ്യായാലും കുഴപ്പമില്ല. നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നല്ലോണം മുരിച്ചെടുക്കണം. നമ്മുടെ ചിക്കനെല്ലാം ആദ്യം വെച്ചിരുന്ന ചിക്കനെല്ലാം നല്ലതായിട്ട് ഗ്രില്ലായി നല്ല റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഒന്ന് പറക്കി മാറ്റുകയാണ്. ഇതിലേക്ക് നമുക്ക് ബാക്കി പുരട്ടി വെച്ചിരിക്കുന്നതും ഗ്രില്ല് ചെയ്തെടുക്കണം. കുറച്ച് സമയമായി വെച്ചിട്ട്. കുഴപ്പമില്ല, ന്യൂ ഇയർ ഇല്ലേ, 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കഴിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് സാരമില്ല. ഭയങ്കര ചൂടാട്ടോ, പൊള്ളുക. അതാണ് ഇതെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ആദ്യത്തെ ചിക്കനെല്ലാം നമ്മൾ ഗ്രില്ല് ചെയ്ത് മാറ്റിയത് കണ്ടല്ലോ. അതിന് ശേഷം നമ്മൾ അടുത്ത രണ്ടാമത്തെ നമ്മുടെ ചിക്കൻ സെറ്റ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ തൂത്ത് കൊടുക്കുകയാണ്. ചൂട് കാരണം കഴിക്കാൻ വയ്യ. നമ്മുടെ 2 സെറ്റ് നമ്മൾ ഗ്രില്ല് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ അടുത്ത 3ാമത്തെ ട്രിപ്പ് വെച്ചതാണ്.
അത് ഏകദേശം നാണ്ട് വെന്ത് റെഡിയായി വരുന്നുണ്ട്. നമ്മളെ കൂടെ കൂടി ഇങ്ങനെ തിരിച്ച് എണ്ണയൊക്കെ പുരട്ടി കൊടുക്കുകയാണ്. ഇപ്പം റെഡിയാവും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഗ്രില്ല് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വാഴയിലയിലോട്ട് കുടഞ്ഞിടാം. അടിപൊളി ഗ്രേവി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സവാളയും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എല്ലാവരും ചെയ്യണ്ട പെട്ടെന്ന് ചെയ്യാതെ മോനെ. ക്യാരറ്റ്, ഇവിടെ മയണൈസ് ഇത് ഞാനല്ല റെഡിയാക്കിയേ, എൻ്റെ മക്കളുമാർ റെഡിയാക്കിയതാണ്. ഞാൻ ഗ്രില്ല് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് മയണൈസ്. നല്ല ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിൻ്റെ സൈഡിലോട്ട് വെക്കാം അല്ലേ, ഇരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. നല്ല സമാധാനവും സന്തോഷവും എല്ലാം നിറഞ്ഞ നല്ലൊരു പുതുവത്സരം എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുമ്പേ ഞാൻ പറഞ്ഞു വിലയേറിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. കരിഞ്ഞു പോയോ? ഇല്ല, നല്ല രസമുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.